8ാം ക്ലാസ് തൊട്ടാണ് കരോട്ടയ്ക്ക് പോകുന്നത്. അപ്പോഴും ആ സമയത്ത് ഇയാള് ജിമ്മിലൊക്കെ പോകുന്നതിന് നമ്മളോട് പറയത്തില്ലായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനോട് എതിർപ്പായിരുന്നു. അപ്പോഴും ഞങ്ങൾ പറയാം അതിനൊന്നും പോവണ്ടെന്ന് പറയുമെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ ബോഡിയൊക്കെ ഒരുമാതിരി വന്നപ്പോ ഞാൻ എന്തോ ഒരിതുണ്ടല്ലോ, മാറ്റം വന്നിട്ടുണ്ട്. നീ പിന്നെ ജിമ്മിലെ കാണാൻ പോകുന്നുണ്ടമ്മ. അപ്പാടത്ത് ഇപ്പം പറയണ്ട. അപ്പാടത്ത് പറഞ്ഞ അപ്പ അന്ന് വെളിയിൽ നിൽക്കല്ലേ. അപ്പാടത്ത് പറഞ്ഞ അത് അപ്പ വഴക്ക് പറയുമെന്ന് പറഞ്ഞു. അന്നേരം ചേട്ടത്തിമാരും പറയും അമ്മ അവള് വല്ലാതെ കനത്തൊരുമാതില്ല ജിമ്മ് ആമ്പിള്ളേരാണൊക്കെ വരുന്നത് അവിടുത്തെ പറയണേ, ഇത്രയൊക്കെ മതി വൃത്തിയേടാത്. അപ്പോഴും പിന്നെ ഇവള് പിന്നെ കുറച്ചു നാൾ പിന്നെ പോവാതങ്ങിരുന്നു. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് പിന്നെയും പോകും. ഇപ്പൊ അടുപ്പിച്ചൊരു 3 വർഷം ഞങ്ങളിപ്പോ ശാസ്താംകോട്ട വന്നിട്ട് 3.5 വർഷമായി. 4 വർഷമാവാറായി. അപ്പോഴ് 3 വർഷം കൊണ്ട് അപ്പുറത്തൊരു ജിമ്മിൽ പോകുമായിരുന്നു. പിന്നെ അവള് ഏഴാംകുളത്തുള്ളൊരു ജിമ്മിൽ പോയി. അപ്പോഴും ഇവള് പറഞ്ഞു നിനക്ക് അവരെല്ലാം പറഞ്ഞ് മത്സരത്തിന് ഇറങ്ങണം ഷംജ, നീ നിന്റെ ബോഡി അതിനൊക്കെയുള്ള നല്ല ഇതാണ്, പോണം. അന്നേരം ഇവക്ക് ഞങ്ങളോട് പറയാൻ എന്നോട് ഇങ്ങനെ പറയും, പപ്പാടുത്ത് പറയത്തില്ല. അപ്പോഴും പപ്പായ്ക്ക് ഇതിന് എതിർപ്പാണ്. അന്നേരം ഞാൻ പറഞ്ഞു എന്തായാലും നീ ഒന്ന് പറയും. അന്നേരം എന്തുണ്ടെങ്കിലും ഇയാൾ എൻ്റെ അടുത്ത് ആദ്യം വന്ന് പറയുന്ന പപ്പായ അമ്മ സോപ്പിടണമെന്ന് പറഞ്ഞു. അന്നേരം ഞാനിങ്ങനെ പയ്യെ പറഞ്ഞു അണ്ണാ ഇതിടക്ക് പറയുന്നത് വേണ്ട അതിനൊന്നും ഇറങ്ങണ്ട, അത് ശരിയാവത്തില്ലെന്ന്. പിന്നെ വാവണ്ണൻ്റെ ഇപ്പോ നമ്മള് ഇപ്പൊ കഴിഞ്ഞ മാസം അതിനൊരു 3-4 മാസത്തിന് മുമ്പ് ഞാൻ പറഞ്ഞു അണ്ണാ ഇതേണക്ക് അവളെ ആഗ്രഹമല്ലേ, എന്തോ ആവട്ടെ, എപ്പോഴും നമ്മൾ പിള്ളേരെ നമ്മളെ അടുക്കി പിടിച്ച് വെക്കുന്നത് ശരിയല്ല. അപ്പോഴും അവളിപ്പോ കുറച്ച് വലുതായില്ലേ. അന്നേരം പറയുന്ന മോക്ക് എന്തോ ആഗ്രഹം, അതും അപ്പൊ എനിക്ക് ഇങ്ങനെ ഇതിന് പോണം, അന്നെങ്കിൽ കുഴപ്പമില്ല മോളറിയിക്കുക. ഇത് പറഞ്ഞ പാട് അയാള് അവിടെ ചെന്ന് പറഞ്ഞ് ജിമ്മില് പഠിപ്പിക്കുന്ന അയാളടുത്ത് പറഞ്ഞ് അയാളായിട്ടാണ് ഈ തൃശ്ശൂരുള്ള അവരുടെ അടുത്ത് പറഞ്ഞ് അവര് വന്ന് കണ്ട ഉടനെ ഇവളെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇവളവിടെ പോകുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അവള് എവിടെ ഏതൊരു ഇതിൽ പോയാലും അവളൊരു പ്രൈസ് ഉറപ്പാണ്. അങ്ങനെ അവള് ഇങ്ങനെ ഇറങ്ങി എന്തുവായാലും ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വിജയിക്കുമ്പോൾ നമുക്ക് എല്ലാ ആളുകളും നമ്മളോടൊപ്പം ഉണ്ട്, കൈയടിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു തീരുമാനം എടുക്കും. അതിന്റെ തുടക്ക സ്റ്റേജിൽ ഉള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. ഏറ്റവും മോശമായിട്ടുള്ള അനുഭവം, ഏറ്റവും സന്തോഷം നിറഞ്ഞ അനുഭവം ഒന്ന് പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാമോ? പിന്നെ ഞങ്ങളെ വീട്ടുകാർക്കും പിന്നെ എൻ്റെ മൂത്ത മക്കൾക്കൊന്നും ഇഷ്ടമല്ല ഇത്. പെൺകുട്ടിയാണ്, ഇതിനൊന്നും വിടാതെ അവളടുത്ത് പഠിച്ചിട്ടൊരു ജോലി മേടിക്കാൻ പറ, അവൾ ഇതിനൊന്നും പോവാതെ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനൊന്നും അവരോട് പറയത്തതുമില്ല. മൂത്ത മക്കളുടെ അടുത്ത് അവർക്ക് ഇപ്പോഴും ഇഷ്ടമല്ല, ഇതിനൊന്നും ഇറങ്ങുന്നതൊന്നും ഇഷ്ടമല്ല. എന്നാലും ഇപ്പൊ ഈ പിന്നെ കിട്ടിയതിന് ശേഷം ഒന്നും പറയുന്നില്ല. പിന്നെ ഇപ്പം പോയൊരു അടുത്ത് ഉദ്ഘാടനം ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കൊടുത്തപ്പോഴൊക്കെ നല്ലത് പറഞ്ഞു. എല്ലാരും നോക്കുന്ന അവരെ ഡ്രസ് കോഡാണ്, അതാണ് എല്ലാരും ഇതിനൊന്നും പോവരുത് എടുക്കരുതെന്ന് പറയുന്നത്. ഇഷ്ടമല്ലാത്തത്. അപ്പം എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് എൻ്റെ മകളെ പറ്റി. അത് എൻ്റെ പ്രതീക്ഷകൾ എൻ്റെ വിശ്വാസമാണ്. എൻ്റെ വിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. ആ വിശ്വാസമാണ് എല്ലാവർക്കും വേണ്ടിയത്. ഏത് മാതാപിതാക്കളും ഏത് പേരൻസിനും വേണ്ടിയത് ഈ ഒരു വിശ്വാസമാണ്. ആ മക്കളെ ഒരു വിശ്വാസം കൊടുക്കും. പിന്നെ തീർച്ചയായിട്ടും അവർ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് കേരളത്തിലാണ്. ഈ കേരളത്തിൽ മക്കളെ വിശ്വാസമില്ല. എൻ്റെ മകൾ അങ്ങോട്ട് പോയാൽ എൻ്റെ മകൻ അങ്ങോട്ട് പോയാൽ എന്താണ് ഇത്? എൻ്റെ മക്കളെ സപ്പോർട്ട് ചെയ്യുന്നു, എടുക്കുക, അത്രയേ ഉള്ളല്ല, വേറെ ദിനത്തിലില്ല. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമ്മൾ വേർതിരിവല്ല. എങ്കിലും പെൺകുട്ടികൾക്ക് ജിംനേഷ്യത്തിൽ പോയി എന്താ പറയുക, അവർക്ക് ഈ മാതിരി ഒരു മിസ് കേരള ആവുക എന്ന് പറയുന്നത് ഭയങ്കരധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഷംജയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ കുഞ്ഞ് ഇത്രയും ഈ കുറഞ്ഞ കാലയളവിൽ പോയി അത്രയും കഷ്ടപ്പെട്ട് ഒരു മിസ് കേരള ആയതിൽ നമ്മുടെ നാടിന് തന്നെ വളരെയധികം അഭിമാനമുള്ളൊരു കാര്യമാണ്. ആ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. നാട്ടുകാർക്കെല്ലാം തന്നെ വളരെയധികം ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയാണ്. എന്താ പറയുക, വളരെയധികം സന്തോഷം. ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ്. ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ശാസ്താംകോട്ടയിൽ എത്തിയിരിക്കുന്നത്. ഇത് ഷംജ ജാൻ. അതായത് കുട്ടിക്കാലം മുതലേ കരോട്ടയിൽ ഒരുപാട് എന്താണ് പറയുക ശ്രമിച്ചു. അതിനുശേഷം എന്താണ് വെൽനസ് ബോഡി ബിൽഡിങ്ങിലേക്കൊക്കെ മാറി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മിസ് കേരള നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ അവാർഡുകൾ വാങ്ങിയ ഒരു സ്ത്രീയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ മാഡത്തിന്റെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവെക്കാമോ? ഞാൻ ഷംജ ജാൻ, ശാസ്താംകോട്ടയിലാണ് താമസിക്കുന്നത്. ഇപ്പം നിലവിൽ ഞാൻ ബോഡി ബിൽഡിങ്ങിൽ വെൽനസ് ആൻഡ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ടൈറ്റിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആണ്.
എന്താണ് ഈ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന് പറഞ്ഞത്? രണ്ട് കാറ്റഗറിയിൽ മെഡൽ എടുക്കുന്നവരെ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന് പറയുന്നത്. ഈ ബോഡി ബിൽഡിങ്ങും വെൽനെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് മസ്കുലാരിറ്റി ആണ് കൂടുതലും നോക്കുന്നത്. മസിൽസ്, പോസിങ്, അതാണ് കൂടുതൽ അതിനകത്ത് പ്രാധാന്യം. നമ്മൾ വെൽനെസ്സിലോട്ട് വരുമ്പോഴത്തേക്ക് അതായത് നമ്മളൊരു ഘടന മീൻസ് എല്ലാത്തിനും ഒരു ഘടനയുണ്ട്. ശാരീരിക ഘടനയും അതുപോലെ പോസിങ് കുറച്ച് വ്യത്യസ്തമാണ്. അതിനകത്ത് മ്യൂസിക്കൽ പോസസ് കാര്യങ്ങൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ് വെർഷൻസ്. അതായത് നമ്മൾ ബോഡി ബിൽഡിംഗ് തന്നെ കോമ്പറ്റീഷൻ തന്നെ ഒരു 6 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കാറ്റഗറിയാണ് വെൽനെസ്, ഒരു കാറ്റഗറി ബോഡി ബിൽഡിംഗ്, അങ്ങനെ കുറച്ച് വ്യത്യസ്തമായ കാറ്റഗറീസ് ബേസ്ഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിലെ ആളുകളൊക്കെ ഉണ്ട് ഇതിനുവേണ്ടി, സ്ത്രീകളുണ്ട്. എനിക്കൊന്ന് പുരുഷന്മാർ കുറച്ച് നമ്മൾ വീഡിയോസും അതൊക്കെ കാണാറുണ്ട്. സ്ത്രീകളുടെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാന്നിധ്യം? ഇപ്പം നിലവിൽ സ്ത്രീകൾ ഇതിൽ വരുന്നുണ്ട്. കാരണം നേരത്തെ നമ്മളെ സംബന്ധിച്ച് മുസ്ലിം സ്ത്രീകൾ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഫീൽഡായിരുന്നു ബോഡി ബിൽഡിംഗ്. ഇപ്പം നമുക്ക് നേരെ നോക്കുവാണെങ്കിൽ, നേരെ തിരിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കുവാണെങ്കിൽ മുസ്ലിം സ്ത്രീകളാണ് കൂടുതലും ബോഡി ബിൽഡിങ്ങിലോട്ട് വരുന്നത്. എന്താണ് അതിനൊരു കാരണം? വസ്ത്രപരമായ ഘടനയാണോ? എന്താണ് അതിനൊരു പ്രശ്നം? എന്താണ് നേരത്തെ അപേക്ഷിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നേരത്തെ കൂടുതൽ ആൾക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യാത്തതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ കാരണം എന്ന് പറഞ്ഞത് ഇതിന്റെ ഒരു ഡ്രസ് കോഡ് തന്നെയാണ്. ഏതൊരു സ്പോർട്സ് ഈവെന്റിലും നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡ്രസ് കോഡ് ഉണ്ട്. കാരണം ഇപ്പം നമ്മൾ ബോഡി ബിൽഡിങ്ങിൽ നമ്മൾ ജസ്റ്റ് ഷോർട്സ് ആൻഡ് ഇന്നേഴ്സ് ഇടുവാണെങ്കിൽ അതിനെ നമ്മൾ മസ്കുലാരിറ്റി അല്ലെങ്കിൽ ആ വിസിബിലിറ്റി കാണാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ഡ്രസ് കോഡ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് കൂടുതൽ ആൾക്കാർ പിന്നോട്ട് നിൽക്കുന്നത്. ഈ ഡ്രസ് കോഡിൻ്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, ഷംജ പറഞ്ഞു, അതായത് ഞാനൊരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ എന്താണ് പറയുക ഡ്രസ് കോഡ് തന്നെ നമുക്ക് വളരെയധികം വെല്ലുവിളിയായിരുന്നു. സൊസൈറ്റി നമ്മൾ ഭയക്കണം. എങ്ങനെയാണ് ആ വെല്ലുവിളി ഓവർകം ചെയ്തത്? നമ്മൾ വെല്ലുവിളിയെ ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവർ പറയുന്ന ഒന്നും എങ്ങനെയൊന്നും കേൾക്കാറില്ല. മീൻസ് എൻ്റെ പേരൻസ് ആണ് എനിക്ക് വലുത്. കാരണം നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ്. കാരണം നാട്ടുകാർക്ക് എന്തും പറയാം, ജനങ്ങൾ പല വിധമാണ്. അപ്പോഴത്തേക്ക് അവരുടെ രീതിയിൽ നമ്മളെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തില്ല. നമ്മുടെ ലക്ഷ്യത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മളായിട്ടുള്ള തീരുമാനങ്ങൾ വേണം. അതുപോലെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സപ്പോർട്ട് എപ്പോഴും നമ്മുടെ പേരൻസ്, ഫാമിലി സപ്പോർട്ട് എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്നെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നില്ല. പല ആൾക്കാരും പല ഒറ്റയ്ക്കൊക്കെ നിന്ന് പോരാടി മുമ്പോട്ട് പോയ സ്ത്രീകൾ നമുക്ക് കാണാം. പല ആൾക്കാരെ ഇപ്പോഴും നമ്മൾ ഇൻ്റർവ്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എല്ലാവരും പറയുവാണെങ്കിൽ എൻ്റെ ഫാമിലി സപ്പോർട്ടാണ്. ഞാൻ ഇപ്പോൾ ഇവിടം വരെ ഇപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരെ കാരണമായത് എൻ്റെ ഫാമിലി സപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ എനിക്കൊന്ന് താങ്കളൊരു സംരംഭം കൂടിയായി. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥാപനം താങ്കൾ റൺ ചെയ്യുന്നു. എന്താണ് ഇതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് സൊസൈറ്റിക്ക് വേണ്ടി എന്താണ് താങ്കൾ ഒരു മൂല്യം ഉണ്ടായിരിക്കുമല്ലോ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഫിറ്റ്നസ് ഇട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾക്കാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ത്രീകളെ ഇപ്പോഴും കൂടുതൽ ആൾക്കാർക്ക് അവയർനെസ് ഇല്ല. കാരണം ജിമ്മിൽ ഇടുമ്പോൾ ആൾക്കാർ പറയുന്നത് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ മസിലുണ്ടാവും, നമ്മൾ സ്ത്രീകൾ ജിമ്മിൽ പോകണോ. പിന്നെ ചില ആൾക്കാർ പറയുന്ന കേൾക്കുന്നുണ്ട് വണ്ണം ഉള്ളവർ മാത്രമാണ് ജിമ്മിൽ പോകുന്നത്, വണ്ണം കുറയാനാണ്, വയറുള്ളവരാണ് ജിമ്മിൽ പോകുന്നത്. ഇതൊക്കെ ഒരു തെറ്റായ ചിന്താഗതികളാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്ത് ബേസ് നോക്കുവാണെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ശരീരം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ശരീരമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് ആ ശരീരത്തിൽ വർക്കൗട്ട് വേണം. അപ്പം വർക്കൗട്ട് വീട്ടിൽ ഇരുന്നാൽ ആരും ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളിപ്പോൾ ഒരു ട്രെയിനറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവരെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞെങ്കിൽ കുറച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരോഗ്യപരമായിട്ട് ഇരിക്കുക, അതാണ് മെയിൻ. 8th സ്റ്റാൻഡേർഡ് തൊട്ടൊക്കെയാണ് ഞാൻ കരാത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഒരു സ്കൂളിലായിരുന്നു ഞാൻ ആദ്യം പ്രാക്ടീസ് ചെയ്ത് വെക്കേഷൻ ക്ലാസ് ആയിട്ട് പോയത്. അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് തോന്നി. ഞാൻ പിന്നെ അക്കാഡമിക് ക്ലാസ് ആയിട്ട് പോയി. പിന്നെ അതിനുശേഷം ഞാൻ ചാമ്പ്യൻഷിപ്പുകൾ കാര്യങ്ങളായിട്ട് ഇറങ്ങി. ഇപ്പം കരാത്തയിൽ നാഷണൽ ചാമ്പ്യനാണ്, 5 times നാഷണൽ മെഡലിസ്റ്റാണ്. അതായത് കരാട്ടെ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സ്പോർട്സ് കൗൺസിൽ അംഗീകാരപ്പെട്ട 5 times നാഷണൽ ചാമ്പ്യനും. അതുപോലെ KBA കരാട്ടെ ബുഡോക്ക ഇന്റർനാഷണലിലെ 1 time ഏഷ്യൻ ചാമ്പ്യനുമാണ്. അതുപോലെ അതിൽ കരാട്ടയിലെ റെഫറി, നാഷണൽ റെഫറി, ജഡ്ജ്, എ ഗ്രേഡ്, നാഷണൽ കോച്ച് എന്നീ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ, കിക്ക് ബോക്സിംഗ് റെഫറി, കുംഫു, അങ്ങനെ പല മാർഷൽ ആർട്സ് പരമായിട്ടാണ് കൂടുതൽ ഞാൻ മുന്നോട്ട് നിന്നത്. അപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ അതുപോലെ 8th സ്റ്റാൻഡേർഡ് മുതൽ ജിമ്മിലൊക്കെ പോയി ട്രെയിനിങ് ചെയ്യുമായിരുന്നു, വർക്കൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആദ്യ കാലത്തിലൊക്കെ ഞാൻ വീട്ടിലൊന്നും പറയാറൊക്കെ ആയിരുന്നു പോയത്. പക്ഷെ അത് കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡി ഘടനയിൽ ചെറിയ ചെറിയ ചേഞ്ചസ് എന്തായാലും വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കും. മറ്റേന്ന് പറഞ്ഞാൽ നേരത്തെ മാർഷൽ ആർട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു റേഞ്ചിൽ നിൽക്കും. അതായത് നമ്മൾ നല്ല ഹെവി വർക്കൗട്ട്, എല്ലാത്തിലും വർക്കൗട്ടുകൾ വ്യത്യസ്തമാണ്. ഞാൻ ജിമ്മിൽ പോയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷൻ എന്ന് ഞാൻ ആ സമയത്ത് തന്നെ എൻ്റെ മസിൽസ് ബിൽഡ് ചെയ്യുക, കുറച്ച് മസ്കുലാരിറ്റി ഫോം ചെയ്യുക. അതായത് മസിൽസ് മാക്സിമം ഞാൻ കുറച്ച് നോക്കിയാൽ മാസ് കയറ്റുക ആ ബോഡി. കാരണം പല ആൾക്കാർ ജിമ്മിലോട്ട് വരുന്നത് പല ഉദ്ദേശങ്ങളോടെ ആയിരിക്കും. ചില ആൾക്കാർ വെയിറ്റ് ലോസ് ആയിരിക്കും, ചിലർ ബോഡി ഫിഗർ ആയിരിക്കും, ചിലർ ബോഡി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും, ചിലർക്ക് ഇപ്പം ബോയ്സ് കൂടുതൽ നോക്കുന്നത് മസിൽസ് ബിൽഡ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ മസിൽ ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ജിമ്മിൽ പോകും. അപ്പം അതിനനുസരിച്ചുള്ള വർക്കൗട്ടുകൾ എല്ലാത്തിനും വ്യത്യസ്തമാണ്.
അങ്ങനെ ഞാൻ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വീട്ടിൽ കണ്ടുപിടിച്ചു. അപ്പോൾ നീ ഇതേടൊക്കെ ജിമ്മിൽ പോകുന്നുണ്ടോ, എന്താ അതിൻ്റെ മസിൽസൊക്കെ കുറച്ച് ബോഡിയിൽ ചേഞ്ചസ്, അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് സെറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ജിം ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇപ്പം എല്ലാം ഇങ്ങനെ ഒരു ഒഴുക്കിനങ്ങ് പൊക്കോണ്ടിരുന്നതാണ്. അപ്പോഴേ പക്ഷേ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ജിം ട്രെയിനിങ് പോകാൻ പറ്റത്തില്ല. കാരണം കരാട്ടെ, കിക്ക് ബോക്സിംഗ്, കുംഫു എല്ലാത്തിൻ്റെയും ക്ലാസ്, പിന്നെ ജൂഡോ മെഡലിസ്റ്റ് ആണ്. അപ്പോൾ ജൂഡോ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് പകുതി കുറച്ച് ടൈം കിട്ടും മാത്രം ജിമ്മിൽ മാത്രം പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു രീതി തന്നെ ബോഡി സെറ്റ് ചെയ്യുക, നല്ല രീതിയിൽ കുറച്ച് മസ്കുലാരിറ്റി അല്ലെങ്കിൽ മാസ് കയറ്റുക, ബോഡി സെറ്റ് ചെയ്യുക, അങ്ങനെ ഒരു രീതിയായിരുന്നു. പിന്നെ കോമ്പറ്റീഷൻ ഇറങ്ങണം. അപ്പോഴത്തേക്ക് ട്രെയിനേഴ്സ് പറയുമായിരുന്നു ചാമ്പ്യൻഷിപ്പിലൊക്കെ ഇറങ്ങുക, ഷംജ ഇറങ്ങിയ നല്ലതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, വീട്ടിൽ പറയുമ്പോൾ അവർക്ക് ഒരു താല്പര്യക്കുറവല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. കൂടുതൽ പിന്നെ നമ്മുടെ സമുദായത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അതൊക്കെ പറയുന്ന ഇഷ്യൂസൊക്കെയാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഷംജയ്ക്ക് എങ്ങനെയാണ് എനിക്ക് മസിൽസുകൾ ബിൽഡ് ചെയ്യണം എന്നൊരു തോന്നലാണ്? അതായത് കരോട്ടയ്ക്ക് പോയി അല്ലെങ്കിൽ കുംഫുവിനൊക്കെ പോയി, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താണ് ആ ഒരു പവർ എനിക്ക് ഫീൽ ചെയ്യണം, അതുകൊണ്ടാണോ ബോഡി ബിൽഡിങ്ങിലേക്ക് വരുന്നത്? എന്തായിരുന്നു ആ മസിൽ എനിക്ക് വേണമെന്നുള്ള തോന്നലുണ്ടായിരുന്നു, കാരണം എന്താണ്? ഇല്ല, നമ്മളിപ്പോൾ മാർഷൽ ആർട്സ് ഒക്കെ കഴിഞ്ഞാലും പവർ ബിൽഡ് അങ്ങനെയൊന്നും അല്ല. അപ്പോൾ നമ്മൾ മാർഷൽ ആർട്സിൽ തന്നെ ചെയ്യുന്ന ഫ്ലെക്സിബിലിറ്റി, പവർ, സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം എല്ലാത്തിലും ഉണ്ട്. മാർഷൽ ആർട്സ് എന്നത് ആയോധന കലയാണ്, അത് ഓരോ വെർഷൻസ് ആണ്. ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മളൊരു മൈൻഡാണ്, ഇപ്പം ഇന്ന കണക്കാവണം. അപ്പം മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് അതായത് മാർഷൽ ആർട്സ് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഹെവി വർക്കൗട്ടാണ് കാര്യങ്ങൾ. അപ്പോഴത്തേക്ക് ആ ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്ത് പറ്റില്ല. നമ്മളൊരു ബോഡി നല്ല രീതി വർക്കൗട്ട് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നല്ല സെറ്റായിട്ട് തന്നെ പോകും. ഓക്കെ, ബട്ട് എനിക്ക് അതിനെക്കാട്ടും കുറച്ചും കൂടെ മസ്കുലാരിറ്റി വേണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ആഗ്രഹം, എനിക്കത് വേണം എന്നുള്ള ഒരു തോന്നൽ നമ്മൾ ഉള്ളിൽ നിന്ന് വരണം. അത് എന്ത് പർപ്പസിന് വേണ്ടിയാണ്, എന്താണ് നിങ്ങളുടെ ഡ്രീം? ജിമ്മിൽ പോയി തുടങ്ങിയതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ എന്നുള്ളൊരു ചിന്ത കൊണ്ടൊന്നും അല്ല. ആദ്യം ജിമ്മിൽ പോവുക, നന്നായിട്ട് എൻ്റെ ഒരു ചിന്ത എപ്പോഴും ഇതായിരുന്നു, കുറച്ച് മാസ് കയറ്റുക, നല്ല കുറച്ചുകൂടെ ലുക്കായിരിക്കുക. അതായത് നമ്മൾ മുഖ സൗന്ദര്യത്തെക്കാട്ടി ഞാൻ കൂടുതലും ഉദ്ദേശിക്കുന്നത് നമ്മൾ ബോഡിയാണ്, ബോഡി മസ്കുലാരിറ്റിയാണ് ഞാൻ കൂടുതലും. പല ആൾക്കാരും പല രീതിയാണ്. ചില ആൾക്കാർ മുഖ സൗന്ദര്യമായിരിക്കും, ചില ആൾക്കാർ വേറെ, അങ്ങനെ കുറെ പല ആൾക്കാരും പല ചിന്താഗതികളാണല്ലോ. എന്നെ സംബന്ധിച്ച് മുഖ സൗന്ദര്യത്തെക്കാട്ടി ഞാൻ കൂടുതൽ നോക്കുന്നത് ബോഡിയാണ്. ബോഡി നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക, ബോഡി മസ്കുലാരിറ്റിയാണ് ഞാൻ കൂടുതൽ നോക്കുന്നത്. താങ്കളുടെ ഡ്രീം എന്താണ്? ഡ്രീം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ബോഡി ബിൽഡിങ്ങിലാണ്. ബോഡി ബിൽഡിങ്ങിൽ നല്ല ലെവലിൽ മുമ്പോട്ട് പോകണം, ഒരു മിസ് ഒളിമ്പിയ ഒക്കെ ആവണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷെ അതിലെത്തണമെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുക്കണം, ഒത്തിരി വർഷത്തെ കഠിനാധ്വാനമുണ്ട്, ഒരുപാട് ദൂരം പോയാലേ അതിനൊക്കെ എത്താൻ പറ്റത്തുള്ളൂ. മിസ് ഒളിമ്പിയ എന്താണ് നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് വിവരിക്കാമോ? പറഞ്ഞോളൂ. മിസ് ഒളിമ്പിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ ഓരോ ചാമ്പ്യൻഷിപ്പ്, ഇപ്പം നമ്മൾ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, ഇന്ത്യ, അങ്ങനെ ഓരോ ഘട്ടങ്ങളാണ്. അപ്പം ഓരോ ഘട്ടങ്ങളിൽ ഇപ്പോൾ പ്രോ കാർഡ് കിട്ടുന്ന ഒരു വ്യക്തിക്ക് മിസ് ഒളിമ്പിയയിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഈവൻ്റ് ആണ്. അപ്പം അതിലെത്തണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട്, എഫേർട്ട് എടുക്കണം. എഫേർട്ടിനെക്കാട്ടി നല്ലൊരു എക്സ്പെൻസ് നമുക്ക് ചിലവാകും. അതിന് നമുക്ക് നല്ല സ്പോൺസേഴ്സ്, പിന്നെ സ്പോൺസേഴ്സ് ഉണ്ടെങ്കിലേ ബോഡി ബിൽഡിങ്ങിൽ നിലനിൽപ്പുള്ളൂ എന്നാണ് എൻ്റെ ധാരണ എന്നല്ല, അതാണ് അതിൻ്റെ കറക്റ്റ് കാര്യം. കാരണം എല്ലാത്തിനും നല്ല ചിലവാണ്. നമ്മളെ ഫുഡ്, ഡയറ്റൊക്കെ തന്നെ ആയാലും ഡയറ്റിൻ്റെ കാര്യങ്ങൾ, സപ്ലിമെൻറ്റ്സ് എല്ലാം ഒരു നല്ല വൺ ചിലവ് ഏറിയ ഒരു കാര്യമാണ് ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ. എല്ലാം പറഞ്ഞ് ചിലവുണ്ടെന്ന് പറഞ്ഞാൽ ആരും ബോഡി ബിൽഡിങ്ങിൽ ഇറങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് അത്രയ്ക്ക് വലിയ ചിലവ് വരുന്നത്. ജസ്റ്റ് ഒരു ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പാർട്ടിസിപ്പേഷൻ, ഡിസ്ട്രിക്ട് ഒക്കെ നോർമലി നമുക്കൊരു മെഡലൊക്കെ കിട്ടാവുന്നേ ഉള്ളൂ, കുറച്ച് അത്യാവശ്യം നല്ല ബോഡിയൊക്കെ ആണെങ്കിൽ. പിന്നെ സ്റ്റേറ്റിലോട്ടൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത്, കാരണം ഒരു ഡയറ്റൊക്കെ നല്ല പക്കയായിട്ട് പോവുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് നോക്കാം, ഒരു മെഡലൊക്കെ സാധ്യത കാണുമായിരിക്കും. പക്ഷെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ എന്തായാലും നമുക്ക് സ്പോൺസറിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും, എന്നാലും ഇതിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പം ഞാൻ നിരവധി പെൺകുട്ടികളും കരോട്ട, കുംഫു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. എന്താണ് അതൊരു സ്വയരക്ഷ മാത്രമാണ്? എന്താണ് അതിൻ്റെ ഒരു പർപ്പസ്? എന്താണ് നോർമൽ എനിക്ക് അറിഞ്ഞോളൂ. ഓക്കെ, നമ്മൾ മാർഷൽ ആർട്സ് എന്ന് ഉദ്ദേശിച്ചു. മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കരാത്തെ ഉണ്ട്, കുംഫു ഉണ്ട്, ജൂഡോ ഉണ്ട്, കിക്ക് ബോക്സിംഗ് ഉണ്ട്, ബോക്സിംഗ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പം പറഞ്ഞത് സെൽഫ് ഡിഫെൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ സ്വയരക്ഷ എന്ന് ഇപ്പം നമ്മളിത് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ഇത് ചെയ്യണമെന്നില്ല, ഇങ്ങനെ റിയാക്ട് ചെയ്യണമെന്നില്ല. നമുക്ക് ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്, നമുക്കൊരു ആത്മധൈര്യം. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ സ്റ്റുഡൻസിനെ ആദ്യം നമ്മൾ പഠിപ്പിക്കുന്നതിനാൽ ഇത് ചെയ്ത് ഒരാളെ പോയി അടിക്കണം അല്ലെങ്കിൽ ഇടിക്കണം, നീ ഒരാളെ തന്നെ അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് റിയാക്ട്, അതല്ല നമ്മൾ ആദ്യം പഠിപ്പിക്കണം. നമ്മൾ ആദ്യം അവനെ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക, അവനെ ആദ്യം ആത്മവിശ്വാസം, എനിക്ക് ചെയ്യാൻ പറ്റും, ഒരാൾ വന്നതിനെ നേരിടാൻ പറ്റും, ഒരു ആത്മവിശ്വാസം ആദ്യം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാം അവിടെ
സ്റ്റാർട്ട് ആവത്തുള്ളൂ. കരോട്ടെ ഇത്തരം മേഖലകളൊന്നും നമ്മുടെ സർക്കാരോ ഒന്നും അത്ര കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാത്ത മേഖലയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? കരോട്ടയിൽ ഒരുപാട് നാൾ ട്രൈ ചെയ്തു, എന്നിട്ടാണ് പിന്നെ ബോഡി ബിൽഡിങ്ങിലേക്ക് അല്ലെ വെൽനസിലേക്കൊക്കെ വരുന്നത് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ഓക്കെ, കരാത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമില്ല. കാരണം നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഇറക്കുക, നമ്മൾ പോവുക, വർക്കൗട്ട് ചെയ്യുക, ചാമ്പ്യൻഷിപ്പിൽ അറ്റൻഡ് ചെയ്യുക, നമ്മൾ കുറേ പൈസകളൊക്കെ ഉണ്ടെങ്കിൽ കളയാം. എന്നാൽ വെറുതെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിൽ ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. കരാത്തെ അപേക്ഷിച്ച് നമ്മൾ അധ്വാനിച്ച് നമ്മൾ മാക്സിമം കഷ്ടപ്പെട്ട് നമ്മൾക്ക് ഒരു മെഡൽ എടുത്താൽ പോലും നമ്മൾ ടീംസ് സപ്പോർട്ടിങ് കാര്യങ്ങൾ ഒന്നുമില്ല. ഒരു സ്റ്റേറ്റ് ടീംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ സ്റ്റൈൽ ടീംസ് ആയിക്കോട്ടെ, ആർക്കും ഒരു ഇപ്പോൾ ഒരാൾ വന്നു ഒരു കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയെങ്കിലും ചെയ്യാം. അതിപ്പോൾ നമ്മളെ വീട്ടുകാർ ഒരാൾ വിളിച്ച് പറയും എൻ്റെ മോള് നിനക്ക് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മാഷ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ, അത് നമ്മൾ വീട്ടുകാർ പറഞ്ഞ വേണം ചെയ്യിപ്പിക്കാം. നേരെ മറിച്ച് നമ്മൾ ബോഡി ബിൽഡിംഗ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് മെഡൽ കൊണ്ട് മേടിച്ച് വന്നാൽ മാത്രം മതി. അവിടെ സ്പോൺസേഴ്സ് വരുന്നുണ്ട്, അവിടെ എന്ത് ഷംജ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഷംജ ഒരു വ്യക്തി ബോഡി ബിൽഡിങ്ങിൽ ഏതൊരു വ്യക്തി അവിടെ ഫസ്റ്റ് എന്തെങ്കിലും ഒരു മെഡൽ അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സ്പോൺസേഴ്സ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൽ ടീമിലോട്ട് കയറുമോ, ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്തില്ല, സപ്ലിമെന്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ കാര്യങ്ങളെല്ലാം നോക്കാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ അത് വർക്കൗട്ട് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ജോലി സാധ്യത ഉണ്ട് എന്നും പറഞ്ഞാണ് ആൾക്കാർ വരാൻ ക്യൂ ആണ്. പക്ഷെ നമ്മൾ ഇത്രയും നാൾ ഞാനാണെങ്കിൽ 12 ഇയേഴ്സ് അല്ലെങ്കിൽ 30 ഇയേഴ്സ് കൂടുതൽ കരാത്തയിൽ നിന്നിട്ടും എന്നെ സംബന്ധിച്ച് ഒരു ബെനിഫിറ്റ്സും ഇല്ല. കാരണം നമുക്ക് ഇങ്ങനെ പറയാം കുറേ സർട്ടിഫിക്കറ്റ്സുകൾ ഉണ്ട് അല്ലെങ്കിൽ 5 ടൈംസ് അംഗീകാരപ്പെട്ട സർട്ടിഫിക്കറ്റ് ആണ് എൻ്റെ ഇരിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് കൊണ്ട് എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. പക്ഷെ പ്രയോജനം ഇല്ലാത്തവരെല്ലാം ഉള്ളവരും ഉണ്ട് ഇതിൽ. ഞാൻ വിമർശിക്കുകയല്ല, വിമർശിച്ചാൽ നമുക്ക് ഇതിലൊന്നും നിൽക്കത്തില്ല, പിന്നെ വലിയ വിമർശനങ്ങളാവും. അതുകൊണ്ട് എനിക്ക് അധികമൊന്നും ഞാൻ പറയുന്നില്ല, പറയാൻ ഒരുപാടുണ്ട്, ബട്ട് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഓക്കെ. ഇപ്പോൾ ഷംജ സ്പോൺസർഷിപ്പിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്പോൺസറിലേക്ക് എത്തുന്നത്? ഷംജയുടെ ഒരു കഥ എങ്ങനെയായിരുന്നു? എൻ്റെ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 4 മന്ത്സിൽ ഒരു ഏഴംകുളത്ത് എന്ന് പറഞ്ഞൊരു ജിമ്മിൽ, ഏഴംകുളം ശരത് മാഷിൻ്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ ട്രെയിനിങ് ചെയ്തത്. ഏഴംകുളം എന്ന് പറയുന്ന ജില്ലയിലാണ് നമ്മൾ അടൂർ, പത്തനംതിട്ട ജില്ല അടൂർ സ്ഥലത്ത് ഏഴംകുളത്തുള്ള അവിടെയാണ് ഞാൻ വർക്കൗട്ട്. നേരത്തെ ഒരുപാട് ട്രെയിനേഴ്സിൻ്റെ അടുത്തായിരുന്നു. ഒരു 3 വർഷത്തോളം ബിജു എന്ന് പറഞ്ഞൊരു ശാസ്താംകോട്ട ജിമ്മിലായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഒരു 4 മന്ത്സ് അപ്പോഴത്തേക്ക് പുള്ളിയെടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ട് മാഷേ, ഇപ്പോൾ എനിക്ക് അനുസരിച്ച്. അപ്പം പുള്ളി പറഞ്ഞു നിൻ്റെ ഒരു പിക്ക് ഇട്ടുതരാൻ, ഫോട്ടോ ഇട്ടുതരാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡബിൾ ബൈസെപ്സ് പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തു. അങ്ങനെ ഫോട്ടോ ഇട്ട് കൊടുത്ത് നമ്മളെ തൃശ്ശൂരിലെ ടീം പീറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടീമിലാണ്, അതായത് ബിജിൽ മാസ്റ്റർ ബിബിൻ മാസ്റ്റർ. അപ്പോൾ ഇവർ രണ്ടൊരു ചേട്ടൻ അനിയനാണ് അവർ. ഓക്കെ, അപ്പോൾ അവരാണ് എന്നെ സ്പോൺസർ. അപ്പോൾ എന്നെ ഫോട്ടോ ഇട്ട് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഷംജ കയറി വാ, നമുക്ക് ചാമ്പ്യൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നു വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് അവളെ സെറ്റ് ചെയ്ത് നമുക്ക് അവളെ താല്പര്യം അങ്ങനെയല്ലേ. അങ്ങനെയാണ് അവരാണ് എന്നെ ഏറ്റെടുത്തത്. ഇപ്പോഴും അവർ തന്നെയാണ് എൻ്റെ സ്പോൺസർ. സ്പോൺസർ എന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫാമിലി പോലെയാണ്. എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു 25 ഡേയ്സ് ഞാൻ തൃശ്ശൂർ തന്നെയായിരുന്നു. എൻ്റെ ഒരു ഫാമിലിയിൽ എങ്ങനെയാണോ ഞാൻ അവിടെ നിന്നത്, എൻ്റെ കുടുംബത്തിൽ നിൽക്കുന്നതാണൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. തൃശ്ശൂരുകാരെന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആരെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നുമല്ല, പക്ഷെ നമ്മളെ ഇവിടെ കാണിക്കുന്നതൊന്നും അല്ല. നല്ല ആൾക്കാരാണ് കേട്ടോ. എല്ലാ തൃശ്ശൂർക്കാർക്കും അതാണ്, എല്ലാ തൃശ്ശൂർക്കാർക്കും എൻ്റെ വലിയൊരു ഹായാണ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ആൾക്കാരാണ്, എല്ലാവരും നല്ലതാണ്. എന്നാലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് 25 ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വർഷങ്ങൾ കണക്കാണ് അവിടെ തോന്നിയത്. ഭയങ്കര ആത്മബന്ധമാണ് തോന്നിയത്. അതുപോലെ എൻ്റെ എല്ലാ കാര്യത്തിലും ഓരോ സമയത്തും വന്ന് ചോദിക്കും ഷംജ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യണോ. ഇപ്പോൾ എന്നെ ഒരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചത്. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നമുക്ക് വേറെ അടുത്ത് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഓരോ നിമിഷവും എത്ര സമയം ഏത് പാതിരാത്രിക്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഫോൺ എടുക്കുമ്പോൾ എന്ത് ആവശ്യമായാലും നമ്മളവിടെ നിറവേറ്റി തരും. അങ്ങനെ ഒരു സ്പോൺസേഴ്സ് ആയിരുന്നു. എനിക്ക് പല ആൾക്കാരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്പോൺസേഴ്സിനെ പല രീതിയിൽ വേറെ രീതിയിലൊക്കെ അവരെ ഉപയോഗിക്കും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. നെഗറ്റീവായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയുള്ള രീതിയൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് നല്ല ആൾക്കാരായിരുന്നു, നല്ല രീതിയിലായിരുന്നു. എനിക്ക് 25 ദിവസം അവിടെ നിന്നുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് അവരെ സപ്പോർട്ടും എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാവരും ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പം ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെ വലിയൊരു അച്ചീവ്മെന്റ് എനിക്ക് നേടാൻ കഴിഞ്ഞത് തന്നെ. ഷംജ ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ശാസ്താംകോട്ട DV കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ശാസ്താംകോട്ടയിൽ നിന്ന് എന്താണ് പറയുക, ഒരു ഒളിമ്പിക്സ് വരെയൊക്കെ എത്തുന്ന ഒരാളുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഷംജയുടെ എല്ലാ ഉയർച്ചകളും ഞങ്ങൾ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ അഭിമാനം ഉണ്ടാവും ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ. എല്ലാവിധ ആശംസകളും. അപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പ്രേക്ഷകരോട് എന്തെങ്കിലും പിന്നെ പ്രചോദനപരമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ നിർത്താം. കൂടുതൽ എൻ്റെ വീഡിയോസ് കാണുന്ന കുട്ടികളാണ്. കുട്ടികൾ അല്ലെങ്കിൽ ഇതുപോലെ ബോഡി ബിൽഡിംഗ് ചെയ്യണമെന്ന് താല്പര്യമുള്ള കുറേ എൻ്റെ പ്രായക്കാരൊക്കെയാണ്. ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ട് ചേച്ചി പോലെ ആകണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതുപോലെ ആകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വീട്ടിൽ സപ്പോർട്ടില്ല.
എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോഴത്തേക്ക് കൂടുതൽ ഞാൻ പറയില്ല, നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഡ്രസ് കോഡിന്റെ ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടൊന്നും അല്ലല്ലോ പുറത്തോട്ട്. നമ്മളിപ്പം എല്ലാ പേരൻസും ഒരു കാര്യം ആലോചിക്കേണ്ടത് പറഞ്ഞാൽ ഏത് മേഖലയിലാണ് നമ്മളെ കുട്ടികളൊന്ന് ഉയർന്ന് അല്ലെങ്കിൽ ഒരു ലെവൽ എത്തുകയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ഒക്കെ അംഗീകരിച്ചു അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്ന കാലത്തിലൊക്കെ ഇതിനൊക്കെ വലിയ ഒരു എന്താ പറയാ അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു സമയമുണ്ട്. എന്തായാലും നല്ല രീതിയിൽ ആൾക്കാർ ഇതിനെ ഏറ്റെടുക്കും. അതുപോലെ സ്പോൺസേഴ്സ് ഒക്കെ വരും. നമുക്ക് കഴിവുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ തേടി ആൾക്കാർ വരും, അത് ഉറപ്പാണ്. അത് എവിടെയായാലും ഏത് മുക്കിലും മൂലയിലായാലും എന്തായാലും നമ്മളെ തേടി വരാതിരിക്കത്തില്ല. നമ്മളെ കഴിവിനെ നമ്മൾ ലോകത്തിൽ പുറം ലോകത്തോട് നമ്മൾ കാണിച്ചു കൊടുക്കുക. നിങ്ങളെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിനൊത്ത് നിങ്ങൾ എഫേർട്ട് എടുക്കുക, നിങ്ങൾ അധ്വാനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അത് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾ ലക്ഷ്യത്തിനൊത്ത് പ്രയത്നിക്കുക, വർക്കൗട്ട് ചെയ്യുക, മുമ്പോട്ട് പോവുക. ഏതൊരു ലക്ഷ്യമായാലും ഇപ്പോൾ ബോഡി ബിൽഡിംഗ് എന്നല്ല, എന്ത് കാര്യത്തിനായാലും നിങ്ങൾ മുമ്പോട്ട് പോവുക, നിങ്ങൾ ആഗ്രഹത്തിനൊത്ത് പോവുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, വളരെ നല്ലൊരു മോട്ടിവേഷൻ സ്പീച്ച് ആയിരുന്നു. ഹൃദയം നിറഞ്ഞ നന്ദി സംസാരം, ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.